ഗൈസ്, അപ്പോൾ ഫൈനലി IB മൂവീസിൻ്റെ ഭാഗത്ത് നിന്ന് വേഴ്ച എന്ന വെബ് സീരീസിൻ്റെ 4th എപ്പിസോഡ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സീരീസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. പക്ഷേ റിവ്യൂ ചെയ്യാൻ വേണ്ടി സാധിച്ചത് ഇപ്പോഴാണ്. ടെക്നിക്കലായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ ഫോറമിലായിട്ട് റിവ്യൂയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം തന്നെ ഈ 4th എപ്പിസോഡിൻ്റെ പ്ലോട്ട് അല്ലെങ്കിൽ കഥാസാഹചര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ 3rd എപ്പിസോഡ് അവസാനിപ്പിച്ചത് എങ്ങനെയായിരുന്നു? നമ്മുടെ നായികയുടെ ഒരു സ്വപ്നമായിട്ടായിരുന്നു 3rd എപ്പിസോഡ് കാണിച്ചിരുന്നത്. അതായത് മറ്റേ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്ന മറ്റേ മുതലാളിയുടെ മകനുണ്ടല്ലോ, പുള്ളി വീട്ടിലേക്ക് വരുന്നതും പുള്ളിക്കാരിയായിട്ട് ചില കലാപരിപാടികളൊക്കെ നടക്കുന്നതുമായിരുന്നു 3rd എപ്പിസോഡിൽ കാണിച്ചു പോകുന്നത്. നായികയുടെ സ്വപ്നമായിട്ടാണ് കാണിച്ചു പോയത്. പക്ഷേ 4th എപ്പിസോഡിലേക്ക് വരുമ്പം ഈ സ്വപ്നം റിയാലിറ്റി ആവുകയാണ്. അതായത് നമ്മുടെ നായികയുടെ ഭർത്താവ് വെളിയിൽ പോകുന്ന സമയത്ത് മറ്റേ മുതലാളിയുടെ മകൻ വീട്ടിലേക്ക് വരുന്നതും അതിനുശേഷം കുടിക്കാൻ കുറച്ച് വെള്ളമൊക്കെ ചോദിക്കുന്നു, ഭയങ്കര ദാഹമാണെന്നൊക്കെ പറയുന്നു. വെള്ളത്തിന് പകരം ദാഹം തീർക്കാൻ വേണ്ടി നമ്മുടെ നായിക ചില സംഭവങ്ങൾ അങ്ങ് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മുടെ മുതലാളിയുടെ മകൻ്റെ ദാഹം തീർന്നു. എന്തൊക്കെ കുടിച്ചാണ് പുള്ളിയുടെ ദാഹം തീർത്തത്, ഇനി ദാഹം വന്ന് എന്ത് ചെയ്യും എന്നീ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വെബ് സീരീസ് കണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ സീരീസ് കാണുമ്പോൾ കിട്ടുന്ന ആസ്വാദനം നഷ്ടപ്പെടാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ വെബ് സീരീസിന് ഔട്ട്ഡോർ ഷൂട്ടിങ്ങുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇൻഡോർ ഷൂട്ടിംഗ് ആണ് മൊത്തമായിട്ട് വന്നിരിക്കുന്നത്. ഇൻഡോർ ആണെങ്കിൽ കൂടിയും വൃത്തിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ഒക്കെ തിരക്കേടില്ലായിരുന്നു. ക്വാളിറ്റി വൈസ് അങ്ങനെ കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഡബ്ബിങ് എടുത്ത് പറയേണ്ട ഒന്നിനാണ്, ഡബ്ബിങ് ആൻഡ് ഡയലോഗ്സ് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അതിപ്പോൾ നല്ല രീതിക്കാണ് ഡബ്ബിങ് ആൻഡ് ഡയലോഗ്സ് കൊടുത്തിരിക്കുന്നത്. പ്രോപ്പറായിട്ട് ലിപ്സിംഗ് ഒക്കെ ചെയ്ത് പിന്നെ സിറ്റുവേഷനൊക്കെ ആയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിലുള്ള ഡയലോഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് കാണുന്ന പ്രേക്ഷകനെ ഈ ഒരു വെബ് സീരീസിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത് ഈ ഡയലോഗ്സ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. പിന്നെ ടെക്നിക്കൽസ് ഒക്കെ അടിപൊളിയായിരുന്നു. എഡിറ്റിംഗ് ആണെങ്കിലും കട്ട്സ് ആണെങ്കിലും ട്രാൻസിഷൻ ആണെങ്കിലൊക്കെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തെക്കുറിച്ച് കുറ്റപൂർവ്വം തന്നെ പറയാൻ വേണ്ടിയിട്ടില്ല. പിന്നെ ഇതൊന്നും എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളെന്നറിയാം. താല്പര്യമുള്ള വിഷയങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ അതായത് IB മൂവീസിൻ്റെ കാര്യം നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അവർ കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണിക്കുന്നുണ്ട്, പക്ഷേ കാണിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ കാണിക്കുന്നുമില്ല. ആ ഒരു സെറ്റപ്പാണ് അവരെപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നത്. അവർ തന്നെ ഓൾറെഡി അവർ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അവരങ്ങനെ മൊത്തമായിട്ട് തുറന്ന് കാണിക്കാറില്ല എന്നുള്ള കാര്യം. ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന ഒരുപാടധികം ആളുകളുണ്ട്. കാരണം ഞാൻ ഈ ഒരു സീരീസിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇരുന്നതല്ല, പക്ഷേ എങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുകയും പിന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച ആൾക്കാർ ചോദിക്കുകയും ഒരുപാട് പേരൊന്നുമില്ല, ഒരു 3-4 പേര് ചോദിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ റിവ്യൂ ഇപ്പോൾ ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഈ ഒരു IB മൂവീസിൻ്റെ ഫാൻ ബേസ് എത്രത്തോളം ആണെന്നുള്ളത്. ഇനി വെബ് സീരീസിൻ്റെ കാസ്റ്റ് ആംഗിൾ ഡീറ്റെയിൽസ് കുറേ അധികം ആളോട് ചോദിച്ചിരുന്നു. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ തന്നെ സത്യം പറയാമല്ലോ, കാസ്റ്റ് ആംഗിൾ ഡീറ്റെയിൽസ് ഇതുവരെ എനിക്ക് റിവീൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം ഞാനും കുറേ റിസർച്ചൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ എവിടെയും റിവീൽ ചെയ്തിട്ടില്ല കാസ്റ്റ് ആംഗിൾ ഡീറ്റെയിൽസ്. അതായത് ആക്ട്രസിൻ്റെ പേര്, ഇൻസ്റ്റഡി വേറെ സീരീസിലുള്ള അഭിനയിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ആക്ട്രസിൻ്റെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഉറപ്പായും കമൻറ്റ് ബോക്സ് വഴിപ്പെടുത്താൻ ശ്രമിക്കുക. കാസ്റ്റ് ആംഗിൾ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നവർക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിനു മുമ്പ് പല വെബ് സീരീസുകളുടെയും കാസ്റ്റ് ആംഗിൾ ഡീറ്റെയിൽസ് ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് കമൻറ്റ് ബോക്സ് വഴി. അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. IB മൂവീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനു മുമ്പ് റിലീസായ വെബ് സീരീസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയായിരിക്കും വേഴ്ച എന്ന വെബ് സീരീസിൻ്റെ എപ്പിസോഡ് 4. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ വെബ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ.